ഒരു ഫെഡറൽ ഭരണകൂട സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മഹാരാജ്യത്ത് 3 തിരഞ്ഞെടുപ്പുകളാണ് ഉള്ളത്. രാജ്യത്തിൻ്റെ ഭരണം തീരുമാനിക്കപ്പെടുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ്, സംസ്ഥാനത്തിൻ്റെ ഭരണം തീരുമാനിക്കപ്പെടുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസാരഥ്യം തീരുമാനിക്കപ്പെടുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നിവയാണവ. ഓരോ തിരഞ്ഞെടുപ്പിനും അതിൻ്റേതായ വീറും വാശിയുമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ആ ഒരു ഗൗരവത്തോടെ തന്നെയാണ് ഓരോ തിരഞ്ഞെടുപ്പിനെയും സമീപിക്കുന്നത്. ഭരണസാരഥ്യം അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും. രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ അംഗങ്ങളെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിക്കുന്നത് വിജയിക്കാൻ വേണ്ടി തന്നെയാണ്. എതിരാളി അതീവ ശക്തനാണെങ്കിൽ പരമാവധി വിജയിക്കുക, അല്ലെങ്കിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുക എന്നുള്ളത് തന്നെയായിരിക്കും സ്ഥാനാർത്ഥികളുടെയും ആ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യം. അതിനായി സ്ഥാനാർത്ഥിയും അണികളും കൈമെയ് മറന്ന് പോരാടുകയും ചെയ്യും. എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മളോട് പറയുന്നത് അങ്ങനെയല്ലാത്ത ചിലരും നമ്മുടെ ഇടയിലുണ്ട് എന്നാണ്. ഇത്തവണ തിരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമായി കണക്കിലെടുത്ത് രംഗത്തിറങ്ങിയ UDF മുന്നണിയിലെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് പ്രകടനത്തിൽ പിന്നോട്ട് പോയതെന്നാണ് സൂചനകൾ. ഇത് സംബന്ധിച്ച് UDF തിരഞ്ഞെടുപ്പ് വിശകലന യോഗത്തിൽ ചർച്ചകളും നടന്നിരുന്നു. പ്രസ്തുത യോഗത്തിൽ സ്ഥാനാർത്ഥികൾ തന്നെ പ്രവർത്തനം വളരെ മോശമായിരുന്നു എന്ന് സമ്മതിക്കുകയായിരുന്നു. എന്നാൽ ഈ സ്ഥാനാർത്ഥികൾ വിജയം പ്രതീക്ഷിച്ചല്ല തിരഞ്ഞെടുപ്പിന് ഇറങ്ങിയതെന്നുള്ള സൂചനകളാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതും. ഇത്തവണത്തെ UDF സ്ഥാനാർത്ഥികൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. സിറ്റിംഗ് MP മത്സരിക്കണമെന്ന നിർദ്ദേശമായിരുന്നു KPCC നേതൃത്വം മുന്നോട്ട് വച്ചത്. കഴിഞ്ഞ തവണ 20-ൽ 19 സീറ്റുകളും UDF തന്നെ നേടിയിരുന്നു. അതിൽ കോൺഗ്രസ് 16 സീറ്റിലാണ് മത്സരിച്ചത്. മത്സരിച്ച 16 സീറ്റിൽ 15 സീറ്റിലും വിജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ഇത്രയും വലിയ വിജയത്തിന് കാരണമായി പലതും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയതും ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ LDF നിലപാടുമാണ് കോൺഗ്രസിന് ഇത്രയും സീറ്റുകൾ നേടിക്കൊടുത്തതെന്ന വാദമാണ് അതിൽ മുഖ്യം. അതേസമയം കോൺഗ്രസ് ഉയർത്തുന്ന ഭരണവിരുദ്ധ വികാരം തെറ്റായിരുന്നു എന്ന് പിന്നീട് നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വ്യക്തമാവുകയായിരുന്നു. കാരണം ഈ 2 തിരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷ വിജയം LDFനൊപ്പം നിൽക്കുകയും സംസ്ഥാനത്ത് ആദ്യമായി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF തുടർഭരണം നേടുകയും ചെയ്തു. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന വിശ്വാസമായിരുന്നു ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിച്ചത്. ആ സ്വാധീനത്തിൻ്റെ ഫലമാണ് വോട്ടായി മാറിയതും UDF മുന്നണി വലിയ വിജയം സ്വന്തമാക്കിയതും. അതേസമയം ശബരിമല വിഷയം വലിയ വിജയത്തിന് കാരണമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ വാദം അത്രയ്ക്കങ്ങ് വിശ്വസിക്കാൻ തരമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ശബരിമല വിഷയത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങിയ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമായിരുന്നു. എന്നാൽ ഒരു സീറ്റ് പോയിട്ട് അര സീറ്റ് പോലും നേടാൻ അവർക്കായില്ല എന്നുള്ളതാണ് സത്യം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് UDF മുന്നണിയിലെ ചില സ്ഥാനാർത്ഥികൾ ജയിക്കണമെന്ന ആഗ്രഹത്തോടെയല്ല മത്സരിച്ചത് എന്നുള്ളതാണ്. അതിന് കാരണമുണ്ട്. ഒന്നാം പിണറായി മന്ത്രിസഭ അഭിമുഖീകരിച്ചതിനേക്കാൾ നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ കേരളം ഭരിക്കുന്ന 2ാം പിണറായി മന്ത്രിസഭ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ് UDFും NDAയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ മുന്നണികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വർഷത്തേതിന് സമാനമായ ഒരു ഫലമുണ്ടാകുമെന്ന് തന്നെയാണ് UDF മുന്നണി കരുതുന്നത്. അതേസമയം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ വർഷത്തെ ഫലം ആവർത്തിക്കില്ലെന്ന വിശ്വാസം അവർക്കുണ്ട്. അതായത് UDF തന്നെ ജയിച്ചു വരുമെന്ന്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടുമെന്നും ഇത്തവണ ഭരണത്തിൽ വരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF മുന്നണി ആയിരിക്കുമെന്നും മുന്നണിയിലെ ഈ നേതാക്കൾ കണക്ക് കൂട്ടി വച്ചിട്ടുണ്ട്. ഈ ഒരു കാരണം തന്നെയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മത്സരരംഗത്തും പ്രതിഫലിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഡൽഹിയിലേക്ക് പോയാൽ പിന്നെ കേരളത്തിലേക്ക് തിരിച്ചു വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിയാവുക എന്നുള്ള ദൗത്യം ദുഷ്കരമാകും എന്ന് തന്നെ പല UDF നേതാക്കളും കരുതുന്നുണ്ട്. എന്നാൽ MLA മാത്രമേ ആവുകയുള്ളൂ എന്ന് ഉറപ്പുള്ളവർ അതിനേക്കാൾ മെച്ചമായ MP സ്ഥാനം എത്തിപ്പിടിച്ച് ഡൽഹിക്ക് പോകാൻ തന്നെയാണ് തയ്യാറായത്. എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്നും ആ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുമെന്നും മന്ത്രിമാർ ആകുമെന്നും സ്വപ്നം കാണുന്ന ചില UDF നേതാക്കളാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പിന്നോട്ട് പോയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. പ്രധാനമായും 3 സ്ഥാനാർത്ഥിമാരെക്കുറിച്ചാണ് ഈ ആരോപണം ഉയർന്നിട്ടുള്ളത്. അതിലൊന്ന്, ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി
കെ മുരളീധരനെ കുറിച്ചാണ്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് BJP അംഗത്വമെടുത്ത പത്മജ വേണുഗോപാലിനും BJPക്ക് മറുപടി എന്ന നിലയിലാണ് അവരുടെ സഹോദരൻ കൂടിയായ മുരളീധരനെ മണ്ഡലം മാറ്റി മത്സരിപ്പിക്കാൻ KPCC തീരുമാനിക്കുന്നത്. സിറ്റിംഗ് MPമാർ അതത് മണ്ഡലത്തിൽ തന്നെ മത്സരിക്കണമെന്ന നിർദ്ദേശമനുസരിച്ച് വടകര മണ്ഡലത്തിലായിരുന്നു മുരളീധരന് മത്സരിക്കേണ്ടിയിരുന്നത്. എന്നാൽ സവിശേഷമായ സാഹചര്യത്തിൽ മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കാൻ KPCC നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. തൃശ്ശൂരിൽ മത്സരിക്കേണ്ടിയിരുന്ന TN പ്രതാപനെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ പ്രതാപൻ സന്തോഷത്തോടെയാണ് ആ നിർദ്ദേശം സ്വീകരിച്ചത്. കേരള സംസ്ഥാനത്ത് തന്നെ തുടരണമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും ആഗ്രഹമുള്ള വ്യക്തിയാണ് TN പ്രതാപനും എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോട് യാതൊരു ആഭിമുഖ്യവുമില്ലാത്ത വ്യക്തിയാണ് കെ മുരളീധരൻ എന്നാണ് സൂചനകൾ. 2 വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും വിജയിച്ച് UDF അധികാരത്തിലെത്തിയാൽ മന്ത്രിയാകുമെന്നും പ്രവർത്തകർ കരുതുന്ന നേതാവാണ് കെ മുരളീധരൻ. ആ ഒരു കരുതൽ ഉള്ളതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോട് മുരളീധരന് അനുകൂല നിലപാട് ഉണ്ടായിരുന്നില്ല. എന്നാൽ സിറ്റിംഗ് MPമാർ മത്സരിക്കണമെന്ന KPCCയുടെ കർശന നിർദ്ദേശം പുറത്തു വന്നതോടെ മത്സരിക്കാതെ തരമില്ല എന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടന്ന പ്രവർത്തനങ്ങളിൽ വീഴ്ച ഉണ്ടായി എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്ന് നടന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. പരമ്പരാഗത ഇടതുപക്ഷ കോട്ടയായ മണ്ഡലത്തിൽ ജനകീയ സ്ഥാനാർത്ഥി എന്ന് പേരെടുത്ത് നിലകൊണ്ടിരുന്ന സമ്പത്തിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അടൂർ പ്രകാശ് കഴിഞ്ഞ തവണ മണ്ഡലം പിടിച്ചെടുത്തത്. ഈ അട്ടിമറിയുടെ പേരിൽ തന്നെ സംസ്ഥാനം മുഴുവൻ അറിയപ്പെടുന്നൊരു വ്യക്തിത്വമായി പ്രകാശ് മാറുകയും ചെയ്തു. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന അടൂർ പ്രകാശിന് അപ്രതീക്ഷിതമായി ലഭിച്ച ദൗത്യമായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത്. മത്സരിക്കേണ്ടത് ഇടതുപക്ഷ കോട്ടയായ ആറ്റിങ്ങലായതിനാൽ തോറ്റു കഴിഞ്ഞാലും പ്രശ്നമില്ല എന്ന രീതിയിൽ മത്സരിക്കുകയായിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിന് അദ്ദേഹം വിജയിച്ചു. 2 വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും KPCC നേതൃത്വം ആ സമയത്ത് അതിന് സമ്മതിച്ചില്ല. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് അടൂർ പ്രകാശ് ലക്ഷ്യമിട്ടിരുന്ന സമയത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MPമാർ മത്സരിക്കണമെന്ന നിർദ്ദേശം KPCC മുന്നോട്ട് വച്ചത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ബൂത്ത് തല പ്രവർത്തനങ്ങളിൽ ഏറ്റവും പിന്നിൽ നിന്ന മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ. അടൂർ പ്രകാശ് തന്നെ തിരഞ്ഞെടുപ്പ് വിശകലന യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇലക്ഷൻ ദിവസം ബൂത്തുകളിൽ ഇരിക്കുവാൻ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന പരാതിയാണ് ആ സമയം പ്രധാനമായി ഉയർന്നത്. UDF സ്ഥാനാർത്ഥിയുടെ വിപുലമായ പ്രചരണ പരിപാടികളൊന്നും മണ്ഡലത്തിൽ നടന്നില്ലെന്നും ആരോപണമുണ്ട്. അടൂർ പ്രകാശ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും UDF അധികാരത്തിൽ എത്തുകയാണെങ്കിൽ മന്ത്രി ആകുമെന്നും തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ കരുതുന്നത്. വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ UDF മുന്നണി പ്രവർത്തനത്തിൽ പിന്നോട്ട് പോയ മറ്റൊരു മണ്ഡലമാണ് മാവേലിക്കര. കോൺഗ്രസ് നേതാവായ കൊടിക്കുന്നിൽ സുരേഷ് വർഷങ്ങളായി കൈവശം വച്ചിരിക്കുന്ന മണ്ഡലം കൂടിയാണ് മാവേലിക്കര. എന്നാൽ ഇത്തവണ പ്രവർത്തകരെ പോലും ഞെട്ടിച്ചുകൊണ്ട് മണ്ഡലത്തിൽ UDF പ്രവർത്തനം വളരെ മന്ദഗതിയിലായിരുന്നു. ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ LDF നേതൃത്വം പ്രചരണങ്ങളിൽ ഏറെ മുന്നിലായി കഴിഞ്ഞിരുന്നു. എന്നാൽ മണ്ഡലത്തിൽ ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത രീതിയിൽ പ്രവർത്തനം താഴ്ന്ന അവസ്ഥയിലായിരുന്നു UDF. മണ്ഡലത്തിലെ പല പ്രദേശങ്ങളിലും തിരഞ്ഞെടുപ്പ് ഫണ്ട് എത്തിയില്ലെന്നുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. ആലപ്പുഴയിൽ KC വേണുഗോപാൽ ആവശ്യത്തിന് ഫണ്ട് ഇറക്കി പ്രചരണം നടത്തിയപ്പോൾ നാമമാത്രമായ ഫണ്ടിൻ്റെ ബലത്തിലാണ് മാവേലിക്കരയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടന്നതെന്ന ആരോപണമാണ് അപ്പോൾ ഉയർന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ മണ്ഡലത്തിലെ UDF പ്രവർത്തകർക്ക് പോലും കൊടിക്കുന്നിൽ സുരേഷ് ഇത്തവണ അവിടെ വിജയിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഇനി വരുന്ന സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനം എന്ന ലക്ഷ്യം കൊടിക്കുന്നിൽ സുരേഷിനുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ മാവേലിക്കരയിൽ അട്ടിമറി സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ട എന്നാണ് ചില UDF പ്രവർത്തകരും പറഞ്ഞു വയ്ക്കുന്നത്. ചില UDF നേതാക്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് പാർട്ടിയിൽ അല്ല അധികാരത്തിലാണെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണോ കാര്യങ്ങളുടെ പോക്ക് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സംസ്ഥാനത്തെ അധികാരത്തെക്കാളും വലുതല്ല കേന്ദ്രത്തിലെ MP സ്ഥാനം എന്ന തിരിച്ചറിവ് UDF നേതാക്കൾക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ UDF തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിൽ പിന്നെ ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല.